അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം അടുത്ത ആഴ്ച റെക്കോർഡ് ചൂടിലേക്ക് നീങ്ങുകയാണ്. 102 ഡിഗ്രി ഫാരൻഹീറ്റ്, ഏകദേശം 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നത്. ഈ കഠിനമായ ചൂടിൽ നഗരം ചുട്ടുപൊള്ളുമെന്നും ആരാധകർ വിയർത്ത് കുളിക്കുമെന്നാണ് ഫോക്സ് വെതറിലെ സ്റ്റെഫാനി വാൻ ഓപ്പൺ പറയുന്നത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് താപനില 102 ഡിഗ്രിയിൽ എത്താൻ സാധ്യതയുള്ളത്. ഈ ദിവസങ്ങളിൽ ഈർപ്പം 60കളിലും 70കളിലും എത്തുമെന്നും പ്രവചനമുണ്ട്. ഇത് നഗരത്തിന്റെ 137 വർഷത്തെ താപനില റെക്കോർഡ് തകർക്കാൻ സാധ്യതയുണ്ട്. 1888 ജൂൺ 24-25 തീയതികളിൽ സെൻട്രൽ പാർക്കിൽ രേഖപ്പെടുത്തിയ 96 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു നിലവിലെ റെക്കോർഡ്. ചൂട് 102 ഡിഗ്രിയിൽ എത്തുകയും ഈർപ്പം ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്യുമ്പോൾ പുറത്തിറങ്ങുന്നത് അപകടകരമാണെന്ന് വാൻ ഓപ്പൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താപനില 105 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച ന്യൂയോർക്കിൽ കടുത്ത ചൂടായിരിക്കും അനുഭവപ്പെടുക. ഈ അതികഠിനമായ ചൂട് ചൊവ്വാഴ്ച നടക്കുന്ന ഡെമോക്രാറ്റിക് മേയർ പ്രൈമറി തിരഞ്ഞെടുപ്പിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രായമായ വോട്ടർമാരെ ഇത് നിരുത്സാഹപ്പെടുത്താനും ഇടയുണ്ട്. ഈ വിഭാഗം വോട്ടർമാർ മുൻ ഗവർണർ ആൻഡ്രൂ കോമോയെയാണ് പിന്തുണയ്ക്കുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അടുത്തിടെ നടന്ന സർവേയിൽ 50 വയസ്സിന് മുകളിലുള്ള 42% പേർ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു. സംസ്ഥാനത്ത് അതികഠിനമായ ചൂട് വരുന്നു എന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഗവർണർ കാത്തി ഹോക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മനുഷ്യന്റെ കാലാവസ്ഥാ വിരുദ്ധ പ്രവർത്തനങ്ങളും വൻതോതിലുള്ള മലിനീകരണവും കാരണം ലോകത്തെ സമുദ്രങ്ങളിൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദ്രങ്ങൾ ചൂട് സംഭരിക്കുക മാത്രമല്ല, 1980കൾ മുതൽ മനുഷ്യർ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ 20 മുതൽ 30% വരെ അവ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോള പരിസ്ഥിതിക്ക് വിഘാതമാകുന്ന തരത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ സമുദ്രങ്ങളെ കൂടുതൽ ചൂടാക്കുകയാണ്. സമുദ്രങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ചൂട് പല സമുദ്രജീവികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന ആഗോള താപനത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളാണ് ആഗിരണം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സമുദ്രങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ചൂട് കേവലം സമുദ്രത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഭൂമിയെ മുഴുവൻ അപകടത്തിലാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഉയർന്ന താപനില പല സമുദ്രജീവികൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കും. ഇത് ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥയെ തകർത്തുകൊണ്ട് വൻതോതിലുള്ള ജീവിവർഗങ്ങളുടെ നാശത്തിന് കാരണമാകും. ചൂട് കൂടുമ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ ലയിക്കുന്നത് കുറയും. ഇത് സമുദ്രജീവികൾക്ക് ഓക്സിജൻ ലഭ്യത കുറയ്ക്കുകയും അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യുന്നു. സമുദ്രങ്ങൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നത് അവയെ കൂടുതൽ ആസിഡിഫിക്കേഷൻ ആക്കും. ഇത് പവിഴപ്പുറ്റുകളെയും മറ്റു കാൽസ്യം കാർബണേറ്റ് ഷെല്ലുകളുള്ള ജീവികളെയും ദോഷകരമായി ബാധിക്കും. ഒരു ദ്രാവകമോ വാതകമോ ചൂടാകുമ്പോൾ അത് വികസിക്കുകയും അത് കൂടുതൽ സ്ഥലം എടുക്കുകയും ചെയ്യും. സമുദ്രങ്ങളുടെ കാര്യത്തിൽ ഈ താപ വികസനം കാരണം വെള്ളത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. കൂടാതെ ലോകത്തിലെ മഞ്ഞുപാളികളുടെയും പർവ്വത ഹിമാനികളുടെയും ഉരുകലിനും സമുദ്രങ്ങളുടെ താപവർദ്ധനവ് കാരണമാകുന്നു. ഇത് ആഗോള സമുദ്രനിരപ്പ് ഉയർത്തുന്നു. സമീപകാല ഗവേഷണങ്ങൾ പറയുന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആഗോള സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ വേഗത ഇരട്ടിയായിട്ടുണ്ട് എന്നാണ്. നിലവിലെ പ്രവണതകൾ തുടർന്നാൽ 2100 ആകുമ്പോഴേക്കും ഇത് വീണ്ടും ഇരട്ടിയാകുമെന്നും പ്രതിവർഷം 1 സെന്റിമീറ്റർ വരെ ഉയരുമെന്നും പ്രവചനമുണ്ട്. ലോകമെമ്പാടുമുള്ള ഏകദേശം 230 ദശലക്ഷം ആളുകളാണ് സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്ററിൽ താഴെ ജീവിക്കുന്നത്. ഇവർക്കെല്ലാം ഇത് വലിയൊരു ഭീഷണിയാണ്. സമുദ്രങ്ങൾക്ക് ചൂട് കൂടുന്നതിനനുസരിച്ച് കൊടുങ്കാറ്റുകൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും അക്രമാസക്തമാവുകയും ചെയ്യും. ഇത് തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കും. സമുദ്ര താപനത്തിന്റെ നിലവിലെ സ്ഥിതിയും ഭാവിയും ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അധിക താപത്തിന്റെ 90%-ലധികവും സമുദ്രങ്ങൾ ആഗിരണം ചെയ്യുന്നതിലൂടെ സമുദ്രങ്ങൾ കൂടുതൽ വേഗത്തിൽ ചൂടാകുന്നു എന്ന് യൂറോപ്യൻ മെർക്കന്റർ ഓഷ്യൻ മോണിറ്ററിലെ സമുദ്രശാസ്ത്രജ്ഞരായ ആഞ്ചലിക് മൈലറ്റ് പറയുന്നുണ്ട്. കൂടാതെ UN-ന്റെ IPCC കാലാവസ്ഥാ വിദഗ്ധ പാനലും 1993 മുതൽ സമുദ്ര താപനത്തിന്റെ തോത് വർദ്ധിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. 2023-ലും 2024-ലും സമുദ്രോപരിതലത്തിലെ ശരാശരി താപനില പുതിയ റെക്കോർഡുകളിൽ എത്തിയിരുന്നു. 2025-ന്റെ തുടക്കത്തിൽ ഒരു ഇടവേള ലഭിച്ചെങ്കിലും താപനില ഇപ്പോഴും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നുവെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ ഡാറ്റ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മെഡിറ്ററേനിയൻ കടൽ പുതിയ താപനില റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. വടക്കൻ അറ്റ്ലാന്റിക്, ആർട്ടിക് സമുദ്രങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ചൂടേൽക്കുന്ന നദീതടങ്ങളിൽ ഒന്നാണിതെന്നും ഫ്രാൻസിലെ CMS ഗവേഷണ കേന്ദ്രത്തിലെ തിബോൾട്ട് ഗിനാഡോ പറയുന്നുണ്ട്. വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ളതിനേക്കാൾ ലോകം 1.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയാൽ ഈ നൂറ്റാണ്ടിൽ പവിഴപ്പുറ്റുകളുടെ 70% മുതൽ 90% വരെ നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയായിരിക്കും.